ഹലോ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാൽപ്പത്തിരിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പം ഇതുവരെ പാൽപ്പത്തിരി ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് നോക്കിയാലോ. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് മൈദപ്പൊടിയാണ് ചേർത്തി കൊടുക്കുന്നത്. അത് ചേർത്തി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളമാണ് ചേർത്തി കൊടുക്കേണ്ടത്. നമ്മൾ 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 കപ്പ് വെള്ളമാണ് കേട്ടോ വേണ്ടത്. അത് ചേർത്തി കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അങ്ങനെ മിക്സിയിൽ ഞാൻ നല്ലവണ്ണം അരച്ച് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ലൂസായിട്ട് തന്നെയാണ് കേട്ടോ ഇത് വേണ്ടത്. കാരണം നമ്മളിത് ഓരോ ദോശയായിട്ട് ഇത് ചുട്ടെടുക്കണം ഈ മാവ് വെച്ചിട്ട്. അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ചുടാനുള്ള പാന് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല ചൂടായി വരുന്ന സമയത്ത് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് ഒരു ദോശൻ്റെ പോലെ നമുക്ക് ചുട്ടെടുക്കാം. നല്ല കട്ടി കുറച്ചിട്ട് തന്നെ ഇത് ചുട്ടെടുക്കണം ചെയ്യണേ. അപ്പോൾ ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലോ നല്ല തീ കൂട്ടി വെക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കട്ടോ. അങ്ങനെ ഓരോ ദോശ ഇതുപോലെ നമ്മൾ ചുട്ടെടുക്കാം. അങ്ങനെ എല്ലാം ചുട്ടൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ പാനിലേക്ക് തന്നെ ഞാനൊരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്തി കൊടുക്കാം. കുറച്ച് മുന്തിരിയും ചേർത്തി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വറുത്ത് കോരി മാറ്റാം. ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3/4 കപ്പോളം പഞ്ചസാര ചേർത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് വരെ പഞ്ചസാര ചേർത്തി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്തിയിട്ടുണ്ട്. ഏലക്കാപ്പൊടി ഇല്ലെങ്കിൽ 2 ഏലക്കായ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 കപ്പ് പാലാണ് കേട്ടോ, പശുവിൻ പാലാണ് എടുത്തിട്ടുള്ളത്. അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് മിക്സിയിൽ നല്ലവണ്ണം അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അങ്ങനെ അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ചേർത്തി കൊടുക്കാം. കാണാനൊരു ഭംഗിക്കും ടേസ്റ്റും ഉണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് അണ്ടിയും മുന്തിരിയും വറുത്തെടുത്ത നെയ്യുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനൊരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലൊന്ന് നെയ്യ് തടവിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഓരോ ദോശയും നമ്മൾ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ കേക്ക് ടിന്നിൻ്റെ അതേ വലുപ്പത്തിലുള്ള ദോശ തയ്യാറാക്കി എടുക്കണേ. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മുട്ടൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ എല്ലാ വശത്തേക്കും ആകുന്ന രീതിക്ക് തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ അടുത്ത ദോശ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ ഓരോന്നും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ദോശ വെച്ച് കൊടുക്കുക, പിന്നെ മുട്ടയുടെ മിക്സ് ഒഴിച്ച് കൊടുക്കുക, അങ്ങനെ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാതും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ബാക്കിയുള്ള മുട്ടയുടെ മിക്സ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച അണ്ടിയും മുന്തിരി നമ്മൾ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം ഒരു 5 മിനിറ്റ് ഞാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഞാൻ ഒരു 45 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയതാട്ടോ. അപ്പോൾ സൈഡൊക്കെ ആയിട്ടില്ലെങ്കിൽ കുറച്ച് സമയം പാടെ വെച്ചാൽ മതി. അങ്ങനെ എനിക്കിത് 1 മണിക്കൂറിൻ്റെ അടുത്ത് കുക്ക് ചെയ്യാനുള്ള ടൈം എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത് ഞാൻ തണുത്തതിന് ശേഷം ഞാൻ ബട്ടർ പേപ്പറൊക്കെ മാറ്റി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പാൽപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതുവരെ ഇത് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.